അപ്പോൾ ഇന്ന് സൺഡേ ആണല്ലോ. സൺഡേ ആയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ വേണ്ടേ? അപ്പോൾ ഇന്ന് വാപ്പാടെ വക നല്ല അടിപ്പിൽ വേവിച്ചെടുക്കുന്ന ബീഫാണ് കേട്ടോ നമ്മുടെ സ്പെഷ്യൽ. അങ്ങനെ നമ്മൾ ബീഫൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്ക് ആശാൻ പറയാണ് കുക്കറിൽ വെച്ച് ഒരു 5-6 വിസിൽ അടിച്ചതിന് ശേഷം ബാക്കി നമുക്ക് അടുപ്പിലിട്ട് വേവിച്ചാൽ പോരെയെന്ന്. പിന്നെ ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്ത് അങ്ങോട്ട് അടുപ്പിലോട്ട് വെച്ചേട്ടെ. അപ്പോൾ വാപ്പ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു, ഇനി ഉള്ളി ഇഞ്ചിയൊക്കെ തൊലിക്കാനുണ്ട്. നമ്മുടെ ബീഫൊക്കെ വെന്ത് വരുന്ന സമയം കൊണ്ട് അതെല്ലാം തൊലിച്ചുരിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ചതച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് വെന്ത ബീഫുമായിട്ട് നമ്മൾ നമ്മുടെ അടുപ്പിൻ്റെ മൂട്ടിലോട്ട് വന്നിട്ടുണ്ട്. വിദേശത്തായിരുന്നപ്പോൾ ഒറ്റയ്ക്ക് ബീഫ് വയ്ക്കുന്ന കഥ പറഞ്ഞു കേട്ടതല്ലാതെ നമ്മളിത് ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ വാപ്പ തന്നെയാണ് അതിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങിച്ചത്. കാരണം വാപ്പ വെക്കുന്ന ബീഫിന് എത്ര സാധനങ്ങൾ വേണോ അതെല്ലാം വാപ്പ വാങ്ങി വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുപ്പൊക്കെ നല്ലോണം തീയൊക്കെ പെരുക്കിയതിന് ശേഷം ചട്ടി എടുത്ത് വെച്ചത് വേണ്ടുന്ന സാധനങ്ങളൊക്കെ ഇട്ട് ഉപ്പ് ഇട്ട് കൊടുത്ത് വഴക്കലോട് വഴക്കൽ. അങ്ങനെ വഴക്കി മഞ്ഞപ്പൊടിയും നമ്മുടെ മസാലയും ചേർത്തതിന് ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ടൊമാറ്റോ പേസ്റ്റ് ഫുള്ളായിട്ട്, അതായത് ടൊമാറ്റോ സോസ് നമ്മുടെ അത് ഫുള്ളായിട്ട് അതിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 2-3 തക്കാളി അരിഞ്ഞ് വെച്ചത് കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മുളക് പൊടി, നേരത്തെ നമ്മൾ ബാക്കി മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് വഴറ്റിയിട്ട് അതിലേക്ക് ഇറച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി നല്ലോണം തീയൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വെന്ത് വരും എന്നാണ് ആശാൻ പറയുന്നത്. എന്താവോ എന്തോ ടൊമാറ്റോ സോസ് ചേർത്തതുകൊണ്ടുള്ള ആകെ ഒരു ഇതാണ് കേട്ടോ, കൊള്ളാമോ കൊള്ളില്ലയോ എന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വാപ്പാടെ സഹോദരി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ ചാറ്റലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ തുണിയൊക്കെ പറക്കി അവിടെ വെച്ചിട്ട് ഞാനും അവിടെ അങ്ങ് ഇരുന്നു. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ എനിക്ക് കഴിക്കാൻ കൊണ്ടുവന്നതാണ് കേട്ടോ. ആൻറ്റി എപ്പോൾ വന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. അത് കഴിഞ്ഞ് റെജീനായാണ് ടെസ്റ്റർ കേട്ടോ, കാരണം ബീഫ് ഞാൻ ടെസ്റ്റ് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ അവൾ ടെസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളി കറിയാണെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ആൻറ്റി ഇറച്ചി കഴിക്കാറില്ല. അതുകൊണ്ട് ആൻറ്റിക്ക് ഞാൻ ഇന്നലത്തെ മീൻ കറിയും മുട്ട പൊരിച്ചതും ഒഴിച്ചുകൂട്ടാനും തോരനും ഒക്കെ ആയിട്ട് അങ്ങ് ചോറ് കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കി വന്ന മീൻ ചട്ടിയിലോട്ട് ഞാനും ഇട്ട് അങ്ങോട്ട് കുഴച്ചടിച്ചു കേട്ടോ. ആഹാ, എന്താ ഇവൻ്റെ ഒരു ടേസ്റ്റ്, ഒരു ബീഫിന് ഇവനെ വല്ലാൻ പറ്റില്ല. അത് കഴിഞ്ഞപ്പോൾ ഇക്ക ഉള്ളിവടയായിട്ട് വന്ന് ചായയുടെ കൂടെ കടിക്കാം.